നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ് കർണാടക. നമുക്കെല്ലാവർക്കും തന്നെ ഒരുപക്ഷെ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലം കൂടിയായിരിക്കും ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഞാൻ മിക്കവാറും ഒരു മാസത്തിൽ 4-5 ദിവസമെങ്കിലും പോകുന്ന എനിക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂർ. നിങ്ങൾക്ക് മിക്കവാറും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഇതുപോലെ തന്നെ പരിചിതമായിട്ടുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ ബാംഗ്ലൂരിൽ ഇത്തവണ കർണാടകത്തിൽ വലിയൊരു അധികാര കൈമാറ്റം നടക്കുന്നു. 3 കൊല്ലമായി അവിടെ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നിട്ട് അവിടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മാറിയിട്ട് യഥാർത്ഥത്തിൽ അന്ന് തന്നെ മുഖ്യമന്ത്രിയാകേണ്ട DK ശിവകുമാർ ഇപ്പോൾ അദ്ദേഹത്തിന് 3 കൊല്ലം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി സിദ്ധരാമയ്യ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള 2 കൊല്ലങ്ങളിൽ DK ശിവകുമാർ ആയിരിക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് 2018 മുതൽ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ 2018 ഇലക്ഷനിൽ നടക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവിടെ 38.14% വോട്ടുകൾ നേടിയത് കോൺഗ്രസ് ആണ്. BJP അതിനേക്കാൾ കുറവ് വോട്ട് പെർസെൻറ്റേജാണ് നേടിയത്. 36.35% വരുന്ന വോട്ടുകളാണ്. പക്ഷേ 1.79% വോട്ടുകൾ കൂടുതലായിട്ട് നേടാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞെങ്കിൽ പോലും കോൺഗ്രസ്സിന് കിട്ടിയത് വെറും 80 സീറ്റുകളും BJPക്ക് കിട്ടിയത് 104 സീറ്റുകളുമാണ്. അങ്ങനെ 104 സീറ്റുകളും ആയതുകൊണ്ട് തന്നെ ബസവരാജ ബൊമ്മയാണ് അവിടെ മുഖ്യമന്ത്രിയായി വാണരുളിയിരുന്നത്. അതിനു മുമ്പ് യെദ്യൂരപ്പയൊക്കെ തന്നെ ഭരിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ നിന്നാണ് പിന്നീട് ഏറ്റവും ഒടുവിൽ ഈ 2023 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 42.88% വോട്ടുകൾ എന്ന് പറയുന്ന വലിയ നേട്ടവുമായിട്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുന്നത്. 36% വോട്ടുകളിലേക്ക് BJP ഒതുങ്ങിപ്പോവുകയും അവിടെ ജനതാദളൊക്കെ തന്നെ 20-ൽ താഴെ സീറ്റുകളിലേക്ക് 19 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞാനിതിൻ്റെ പ്രഡിക്ഷൻ നടത്തിയിരുന്നു, ഇതിൻ്റെ പ്രവചനം നടത്തിയിരുന്നു. ആ പ്രവചനം വളരെ കറക്റ്റായിരുന്നു. അതായത് 130-നും 140-നും ഇടയ്ക്ക് സീറ്റുകളായിരിക്കും കോൺഗ്രസ് നേടുക എന്നുള്ളതും 20 സീറ്റുകളുടെ താഴേക്ക് ജനതാദൾ പോകും എന്നുള്ളതും അവിടെ വലിയ തിരിച്ചടി 60-70 സീറ്റുകൾക്കകത്ത് മാത്രമേ BJPക്ക് ഉണ്ടാവൂ എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന വീഡിയോ ഇപ്പോഴും മാത്യു സാമുവലിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി കയറുമ്പോൾ മാത്യു സാർ തന്നെ എന്നോട് ചോദിച്ചത്, അതായത് പറയണോ എന്നാണ് ചോദിച്ചത്, നിനക്ക് അത്ര ഉറപ്പാണോ എന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു അത്ര സീറ്റൊന്നും കോൺഗ്രസ് എന്തായാലും എത്താൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ ആയിരുന്നു കറക്റ്റായിരുന്നത്. അപ്പോൾ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്തിട്ട് അന്ന് അധികാരത്തിലേക്ക് വന്നതാണ്. അന്നതൊരു പ്രോ സംഘപരിവാർ നിലപാടുകളെടുക്കുന്ന ചാനലായിരുന്നു. അതിൻ്റെ താഴെ അതുകൊണ്ട് ഭയങ്കര ചീത്തയായിരുന്നു, കോൺഗ്രസ് ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ചെന്നിട്ട് ഈ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം ചെന്ന് ഞാൻ വീണ്ടും അതുപോലെ തന്നെ വീഡിയോ എടുത്തിട്ടത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായി അനലൈസ് ചെയ്തിരുന്നു. അനലൈസ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, നിരവധി യാത്രകൾ ചെയ്തിരുന്നു കർണാടകത്തിലെമ്പാടും തന്നെ. ആ സമയത്ത് തന്നെ നമുക്കറിയാം അവിടുത്തെ PCC പ്രസിഡൻ്റ് ആയിരുന്നത് DK ശിവകുമാറാണ്. കൂടാതെ വളരെ വലിയ തന്ത്രങ്ങളും DK ശിവകുമാർ അന്ന് നെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി ചെറിയ ചെറിയ സോഷ്യൽ ഗ്രൂപ്പുകളുടെയൊക്കെ സഹായം എല്ലാം തന്നെ ഏകോപിപ്പിക്കാനായിട്ട് DK ശിവകുമാറിന് കഴിഞ്ഞിരുന്നു. കൂടാതെ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ വലിയ പരിശ്രമമാണ് DK ശിവകുമാർ നടത്തിയത്. അദ്ദേഹം അവിടെ കഴിഞ്ഞ ലാസ്റ്റത്തെ 1.5 കൊല്ലം അദ്ദേഹം ഓട്ടി നടന്ന് കർണാടക മുഴുവൻ സഞ്ചരിച്ച് വലിയ പരിശ്രമമാണ് പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി തയ്യാറായത്. അത് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ആ സമയത്ത് നമുക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നടത്തുകയും അദ്ദേഹം ജയിലിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി മാസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തെ അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, കുമാരസ്വാമി എന്ന് പറയുന്ന HD ദേവഗൗഡയുടെ മകൻ, അദ്ദേഹത്തെ ഈ DK ശിവകുമാറിനെ വിശ്വസിപ്പിച്ചിരുന്നത് കനക്പുര റിപ്പബ്ലിക് അദ്ദേഹത്തിൻ്റെ ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനിയനൊക്കെ അവിടെ നിന്ന് പാർലമെൻറ്റിലേക്ക് ജയിക്കുന്ന കനക്പുര എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. കൂടാതെ അദ്ദേഹം വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിൻ്റെ ധനവുമൊക്കെ ഈ പറയുന്ന പ്രതിപക്ഷത്തിരുന്ന പോലും 44% വരുന്ന വലിയ വർധനമുണ്ടായിരുന്നു. കർണാടകയിലെ ഏറ്റവും വലിയൊരു പ്ലെയറാണ്. കർണാടകത്തിൻ്റെ PCC ഓഫീസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഈ പറയുന്ന പോലെ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഫോട്ടോ പുറകിൽ വെച്ചുകൊണ്ട് അവിടെ വേണം എല്ലാവരും വന്ന് സൗണ്ട് ബൈറ്റുകൾ കൊടുക്കാൻ എന്നുള്ള നിർദ്ദേശമൊക്കെ തന്നെ DK ശിവകുമാർ നൽകിയിരുന്നു. അപ്പോൾ DK ശിവകുമാർ നൽകിയിട്ടുള്ള അതെല്ലാം തന്നെ ഫലിച്ചു. കൂടാതെ ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് അടക്കം നിരവധി കോൺക്ലേവുകളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ നിരവധി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്, പക്ഷേ എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് 400 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് കണക്ഷൻ്റെ വില ഒറ്റടിക്ക് നിങ്ങൾ 850-1000 രൂപയാക്കി. ഇതെങ്ങനെ ആളുകൾ സഹിക്കും എന്ന് ചോദിച്ചുകൊണ്ട് വലിയ പ്രചരണം കൊടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ
കെ ശിവകുമാർ ആയിരുന്നു എല്ലാം കൊണ്ടും ഒരു മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള അർഹത എന്ന് പറയുന്നത്. പക്ഷേ സിദ്ധരാമയ്യ അവിടെ കുറേ കൂടി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഗറാണ് എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടുത്തെ പ്രമുഖമായിട്ടുള്ള ചില ജാതികളൊക്കെ തന്നെയുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ വൊക്കലിംഗി ആണെങ്കിലും ലിംഗായത്ത് ആണെങ്കിലും ഒക്കെ അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ്. അവർക്ക് 15-16% വോട്ടുള്ളൂ. പക്ഷെ അവർ വളരെ കൺസോളിഡേറ്റഡായി വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിദ്ധരാമയ്യയുടെ ഏറ്റവും വലിയ ബലമെന്ന് പറയുന്നത് OBC അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ തന്നെ അവിടെ വലിയൊരു 33% ഉണ്ട്. ഇപ്പോൾ കെ ശിവകുമാർ അധികാരത്തിലേക്ക് വരുമ്പോൾ പോലും മന്ത്രിസഭയിൽ വലിയ കരുത്ത് സിദ്ധരാമയ്യക്ക് ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കൂടാതെ സിദ്ധരാമയ്യ അവിടെ ചെയ്തു വെക്കുന്നൊരു കാര്യം, ഈ പുതിയ ജാതി സെൻസസിനെയൊക്കെ തന്നെ അദ്ദേഹം അംഗീകരിക്കുന്ന ഓർഡറിൽ കൂടി ഒപ്പിട്ടുകൊണ്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആ ജാതി സെൻസസ് അംഗീകരിക്കുകയും അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവമൊക്കെ അംഗീകരിക്കാനുള്ള തത്വത്തിൽ അംഗീകരിക്കാനുള്ള കാര്യം അദ്ദേഹം ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ വൊക്കലിംഗയും അതുപോലെ ലിംഗായത്ത് സമുദായത്തിൻ്റെയും ഒക്കെ വലിയ എതിർപ്പുകൾ കൂടി കോൺഗ്രസിന് നേരിടേണ്ടി വരും എന്നുള്ളത് ഒരു വലിയ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ മകനടക്കം, സിദ്ധരാമയ്യയുടെ മകനെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്നും ഉപമുഖ്യമന്ത്രിയാക്കണമെന്നൊക്കെയുള്ള ചില ഡിമാൻഡുകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് നോമിനേഷൻ കൊടുക്കാമെന്നും മറ്റു പല പദവികൾ അഖിലേന്ത്യാ തലത്തിൽ പാർട്ടി തലത്തിലുള്ള പദവികൾ നൽകാമെന്നും ഒക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഞാൻ അറിയുന്നിടത്തോളം വെച്ച് സിദ്ധരാമയ്യ അതെല്ലാം നിഷേധിക്കുകയും അദ്ദേഹം ലോക്കലായി കർണാടക പൊളിറ്റിക്സിൽ നിന്ന് നിലനിൽക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നുവെന്നാണ്. കൂടാതെ വലിയ പോർട്ട്ഫോളിയോകളുള്ള മന്ത്രിസ്ഥാനങ്ങൾ തങ്ങളുടെ ആളുകൾക്ക് കൂടി കൊടുക്കണം എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹം ചെലുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ മറ്റു പിന്നോക്ക ദളിത് അതുപോലെയുള്ള ആളുകളുടെയൊക്കെ അടക്കം വലിയ ഒരു നേതാവായി കൂടിയാണ് സിദ്ധരാമയ്യയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം കൂടി കോൺഗ്രസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു 2.5 കൊല്ലം കഴിഞ്ഞ് നടപ്പിലാക്കേണ്ട ഒരു കരാറായിരുന്നു. 2.5 കൊല്ലത്തേക്ക് സിദ്ധരാമയ്യയും 2.5 കൊല്ലം കഴിയുമ്പോൾ കെ ശിവകുമാറും എന്നുള്ളതാണ്. പക്ഷെ അധികാരം ആദ്യം ആർക്കാണോ കിട്ടുന്നത് അവരൊക്കെ പിന്നെ മാറിക്കൊടുക്കാൻ കുറച്ച് വിസമ്മതം പ്രകടിപ്പിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കർണാടകത്തിലൊക്കെ ആവുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ബിസിനസ് എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ ഫ്രീ ആയി വളരെ ഓപ്പണായി തന്നെ ഇത് ബിസിനസ്സാണ് എന്ന് വിചാരിക്കുന്ന ധനസമ്പാദനമൊക്കെ നടത്തുന്ന ആളുകൾ കൂടിയാണ്. എന്താണെങ്കിലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, കെ ശിവകുമാർ അർഹിക്കുന്ന ഒരു സ്ഥാനം കൂടിയാണിത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ അവിടുത്തെ അഴിമതി കുറയോ അല്ലെങ്കിൽ ഭരണത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാവുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് തന്നെ ഒരുപക്ഷെ കെ ശിവകുമാർ 3 കൊല്ലം മുമ്പ് തന്നെ 2018 കഴിഞ്ഞ് 2023 വരുമ്പോൾ തന്നെ കെ ശിവകുമാർ മുഖ്യമന്ത്രിയാകും എന്നെല്ലാവരും വിചാരിച്ചിരുന്നത് കുറച്ച് വൈകി ഇപ്പോൾ 3 കൊല്ലത്തിന് ശേഷം നടക്കുന്നു. ബാലൻസ് ഉള്ള 2 കൊല്ലങ്ങൾ കൊണ്ട് കെ ശിവകുമാർ അവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. പ്രധാനപ്പെട്ടൊരു ചോദ്യം കൂടിയുള്ളത്, വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും അടുത്ത തവണയും വീണ്ടും ഭരണം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്ന് പറയുന്ന വലിയ ചോദ്യം കൂടിയുണ്ട്. ഏറ്റവും അവിടെ BJP വളരെ ദുർബലമാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള പടലപ്പിണക്കുകൾ തന്നെ വളരെ കൂടുതലാണ്. അവിടെ യെദ്യൂരപ്പ എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ നേതാവായിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവർ കേന്ദ്ര നേതൃത്വമായി അദ്ദേഹം അത്ര സുഖത്തിലായിരുന്നില്ല കുറേ നാളുകളിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം തന്നെ വലിയ പൊസിഷനുകൾ അവിടെ ഹോൾഡ് ചെയ്യുന്ന ആളുകളാണ് പാർട്ടികളിലൊക്കെ തന്നെ. അതുകൊണ്ട് BJP തിരിച്ചു വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. BJPയുടെ ബേസ് അവിടെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. പക്ഷേ അതിനെ അതിജീവിക്കാനായിട്ട് കെ ശിവകുമാറിന് അടുത്ത 2 കൊല്ലങ്ങൾ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ 3 കൊല്ലം അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവസാന 2 കൊല്ലമാകുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്വവും അടുത്ത ജയത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. പക്ഷേ കെ ശിവകുമാർ എന്ന് പറയുന്ന ഒരാൾ അതിലെല്ലാത്തിനും പ്രാപ്തനായിട്ടുള്ള, രാഷ്ട്രീയത്തിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു കളിക്കാരൻ കൂടിയാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അദ്ദേഹം ഗംഭീരമായി കൊണ്ടുപോകുന്ന, ഏതാണ്ട് 5 കൊല്ലം കൂടുമ്പോൾ അത് 40-50% വർദ്ധിക്കുന്ന ലെവലിലുള്ള അസറ്റുകളും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ലോബികൾക്കും അവിടെയുള്ള വൻകിട കച്ചവടക്കാർക്കുമൊക്കെ തന്നെ വലിയ സംതൃപ്തിയിലേക്കായിരിക്കും എത്തുണ്ടാവുക. കാരണം കെ ശിവകുമാർ അത്തരത്തിൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ കൂടിയാണ്. കൂടാതെ ഒരു കോൺഗ്രസ് മാൻ എന്ന് വിളിക്കാവുന്ന ഒരാൾ കൂടിയാണ്. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മറ്റു പല ആളുകളുമൊക്കെ തന്നെ അദ്ദേഹത്തെ വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. 6000 കോടിയല്ല 60,000 കോടി രൂപ എനിക്ക് തന്നാൽ, കാരണം 6000 രൂപ കൂടി കിട്ടിയാൽ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ചില കിംവദന്തികളുണ്ടായിരുന്നു. അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, 6 അല്ല
6 ലക്ഷം കോടി തന്നാലും ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഈ പാർട്ടി വിട്ട് മറ്റെങ്ങും പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം തന്നെ വലിയ സമ്പന്നനാണ്, അതുകൊണ്ട് 6000 കോടിയൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, ഇനി കോൺഗ്രസിൻ്റെ നയിക്കാൻ പോകുന്നത് DK ശിവകുമാറാണ്. ഇത്രയും നാളും സിദ്ധരാമയ്യ യുഗമായിരുന്നെങ്കിൽ ഇനി DK ശിവകുമാറിൻ്റെ യുഗം ബാംഗ്ലൂരിൽ, കർണാടകയിൽ തുറന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെയും പുതിയ മുഖമായി അദ്ദേഹം മാറിയിരിക്കുന്നു. ടോപ്പിക്ക് കഴിഞ്ഞു. ഇത് നമ്മുടെ പുതിയ ചാനലിനെ കുറിച്ചുള്ള കാര്യമാണ്. അത് കേട്ടിട്ടുള്ളവർ കേൾക്കണം എന്നില്ല, താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. നമ്മുടെ ഒരു പുതിയ ചാനൽ കൂടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് പൊതുബോധത്തിനുമപ്പുറം എന്ന് പറയുന്ന ഒരു ചാനലാണ്. രതീഷ് ചക്രവാണിയോടൊപ്പം എന്നാണ് ആ ചാനലിൻ്റെ മലയാളം പേര്. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. പക്ഷേ നമ്മൾ ചുരുക്കപ്പേരാണ് ആ ചാനലിൻ്റെ പേരിട്ടേക്കുന്നത്, BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ചാനലിൽ നമ്മൾ വളരെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളും ഇൻ്റർവ്യൂസും ഒക്കെ മാത്രം കൊടുക്കാനാണ് ആലോചിക്കുന്നത്. അത് ഒരു മാസത്തിൽ 1, 2, 3 ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം അത് വളരെ പണച്ചെലവുള്ള, കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ വലിയ അധ്വാനം വേണ്ടി വരുന്നൊരു കാര്യമാണ്. ഇപ്പം നമ്മളതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ 2021 അധികാരത്തിലേക്ക് എത്തുമ്പോൾ 91 നിന്നും 99 സീറ്റുകളിലേക്കും ഏതാണ്ട് ഒരു 2% വരുന്ന വോട്ടുകളുടെ വർധനയും ഉണ്ടാക്കിയതാണ് അധികാരത്തിലേക്ക് എത്തിയതെങ്കിൽ, ആ ഇമേജ് എങ്ങനെയാണ് പിന്നീട് ഒരു ധിക്കാരിയും അഹങ്കാരിയും ഒക്കെ ആക്കി ഇവിടുത്തെ മാധ്യമ ഗൂഢാലോചനകളുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഗൂഢാലോചനകളുടെ ഫലമായി വളരെ തന്ത്രപരമായ സ്ട്രാറ്റജികളിലൂടെ അവർ എങ്ങനെയാണ് തകർത്തത് എന്നുള്ളതിനെക്കുറിച്ച് മലയാളം ചാനലുകളിൽ ആരും തന്നെ പറയാത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും തന്നെ കാണണം എന്നാണ് ഞാനത് ആഗ്രഹിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ യാതൊരുവിധ പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും തന്നെ കൊടുക്കാതെ, ഒരു റീൽ പോലും കട്ട് ചെയ്തിടാതെ 10500ഓളം പേർ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. വലിയ നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. അത്തരത്തിൽ നിങ്ങളും കാണണം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായി സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് വേണം. ആ സപ്പോർട്ട് നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ തൊട്ടടുത്ത് ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് എടുക്കാം. ഇനി അതല്ല, നമ്മൾ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ വലിയ സപ്പോർട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോകളൊക്കെ തന്നെ മുഴുവനായി കാണുകയും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യും എന്ന് പറയുന്ന പ്രതീക്ഷയോടെ, ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ നന്ദിയോടെ നിർത്തുന്നു. മറക്കരുത്, നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് BCC വിത്ത് രതീഷ് ചക്രവാണി എന്നാണ്.